ഇവളെ ഒരാള് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങളെ കഷ്ടകാലം. പക്ഷേ കെട്ടണോ ഇന്നെ നോക്കണം. ഇന്നെ നോക്കണ്ട് ഓളെ വാപ്പ ഇന്റെ വാപ്പ ഇതാണ് ഇന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇന്റെ കാര്യങ്ങളിലേക്ക് കുത്തി കയറി ചെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നോക്കുക. What is up Sultanians? Welcome back to another video. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് നല്ലൊരു ദിവസമാണ്. എനിക്ക് നല്ലൊരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാണ്. And guys, finally we are back for the Sultanians family. I love you. എത്ര കാലമായി നമ്മൾ വ്ലോഗ് ചെയ്തിട്ട്, എത്ര കാലമായി നമ്മൾ കണ്ടിട്ട്. നമ്മൾ ഓരോ വീഡിയോസ് ഇടും തോറും അതിനിടയിൽ ഓരോരുത്തർ വന്ന് കമന്റ് ഇടും. ഇന്ന് വീഡിയോ ഇട്, നാളെ വീഡിയോ ഇട്, അടുത്ത വീഡിയോക്ക് വെയിറ്റിംഗ് ആണ്, അടുത്ത വീഡിയോക്ക് വെയിറ്റിംഗ് ആണ്. And guys, finally Anzal Sultan is back with another bang. അപ്പോൾ നമ്മൾ അതായത് ഇപ്പം ഞാൻ എണീറ്റിട്ടുള്ളൂ. എൻ്റെ മൈൻഡിൽ ഓൾറെഡി കണ്ടന്റ് പ്ലാൻഡ് ആണ്. അപ്പോൾ ഞാൻ എന്താ പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ഞാൻ ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ല. ഉണ്ടോ ഇല്ല ഒന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളെ സിബ്ലിങ്സിനോട് അത് പറഞ്ഞിട്ട് നമ്മൾ ഓരോ റിയാക്ഷൻസ് എടുക്കാൻ പോകണം. അൻസൽ സുൽത്താൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. പിന്നെ ഇനി അങ്ങനെ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലും അത് സത്യസന്ധമായിട്ട് പറഞ്ഞ് ഇനി അങ്ങനെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് 1 million ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്നിട്ട് കാണിച്ചു തരും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണിച്ചു തരും. ആൻഡ് ഗൈസ്, അപ്പോൾ സുൽത്താനിയൻസ് ഫാമിലിക്ക് വേണ്ടിയിട്ട് സേവിയർ ഓഫ് സുൽത്താനിയൻസ് അൻസൽ സുൽത്താൻ ഈസ് ബാക്ക്. ആൻഡ് ഗൈസ്, ഇനി നമ്മൾ മാക്സിമം ഡെയിലി വ്ളോഗ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഡെയിലി വ്ളോഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ അത്രയും ചലഞ്ചായിട്ടാണ്, ഞാൻ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടുള്ള ചലഞ്ചായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ. ഇപ്പം തന്നെ ഞാൻ 3 വീഡിയോസ് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഗൈസ്, മോർ വ്ളോഗ് ഈസ് ഓൺ ദ വേ. പിന്നെ അതേപോലെ തന്നെ അമലു ഡ്രസ്സൊക്കെ ഇടുമ്പല്ലേ നല്ലോണം നോക്കിയിട്ട് ഡ്രസ്സ് ഇടുക. കാരണം നമ്മൾ നിലത്തുനിന്ന് ഒക്കെ ഇടുന്ന ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമ്മൾ എറുമ്പ് കടിക്കും. ആൻഡ് ഗൈസ്, നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോവാം. എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ പോലും വീട്ടുകാർക്ക് ഡൗട്ടാണ്. കാരണം ഞാനത് ക്ലിയറായിട്ട് ആ ഒരു കാര്യം വീട്ടിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇന്ന് വരെ ഞാൻ എക്സ്പ്രസ് ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ഓർക്ക് ഒരുപാട് അസംഷൻസ് ഉണ്ട്. അവർക്ക് അവിടെ നിന്നാവും, ചിലപ്പോൾ ഇവിടെ നിന്നാവും, ചിലപ്പോൾ ഇതാവും, ചിലപ്പോൾ അതാവും, ചിലപ്പോൾ എന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ട്. അതായത് ഇന്ന് നമ്മൾ ജസ്റ്റ് അവർക്കൊരു ഇതിട്ടെടുക്കാൻ നിൽക്കുകയാണ്. ഇനി ഉണ്ടോ ഇല്ല എന്നുള്ള കൂടുതൽ ഡൗട്ടാണ് നിൽക്കുന്ന രൂപത്തിൽ. അപ്പോൾ ഒരു മോറിലേക്ക് പ്രാങ്കാണ്, എന്നാൽ പ്രാങ്കല്ല എന്നുള്ള രീതിക്ക് നമ്മൾ ജസ്റ്റ് അവർക്കൊരു ഒരു ഇത് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും ചിലപ്പോൾ ഞാൻ ഈ കാണിച്ചു കൊടുക്കുന്ന ഫോട്ടോ എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിക്കോളണം എന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ലേ ഒന്നും ഞാൻ അതിൽ പറയണില്ല. അപ്പോൾ തൽക്കാലം ഇപ്പം നമുക്ക് ജസ്റ്റ് അവർക്കൊരു റാൻഡമായിട്ടുള്ളൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ഗേൾ ഫ്രണ്ട്, ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ട് അവരോട് പറയാം. നമുക്ക് അവർക്ക് റിയാക്ഷൻസ് എടുക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. സോ ഗൈസ്, എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ദത്തെടുത്തോണം, ഇപ്പുറത്തെ സൈഡിൽ ദത്തെടുക്കാത്തോളാണ്. അപ്പോൾ ഗൈസ് വെറുതെ വായിക്കാൻ തട്ടിയത്. ഫൈനലി നമ്മളെ ഒരു സീക്രട്ട് റിവീൽ ചെയ്യാൻ പോവാണ്. ഗോയിങ് ടു റിവീൽ മൈ ഗേൾ ഫ്രണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് മൈ സിബ്ലിങ്സ്. എന്താ ഇവരെന്താ ഇത്ര ഓവറാക്കണേ? ഓ അൻസൽ ഗേൾ ഫ്രണ്ട്. അപ്പൊ ആ ഒരു മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ് ആർക്കും ഒരു അത്ഭുതമില്ല. എനിക്കൊരു പെണ്ണുണ്ട് പറയുമ്പോ എത്രണ്ണം കഴിഞ്ഞിപ്പോ. ഗൈസ്, ഇതൊന്നും ഒരിക്കലും നമ്മള് നമ്പാൻ പാടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓളെ ആ ഒരു കുട്ടീനെ ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ റിവീൽ ചെയ്യുമ്പോൾ, അപ്പോൾ നമുക്ക് ഇവരെ ലൈവായിട്ടുള്ള റിയാക്ഷൻസ് കിട്ടണം. റിയാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, Are you guys excited to reveal my beloved future wife? Yes. Ready? 1, 2, 3. Yes. Dang, she's so cute. Rate 1 to 10 scale. 7.5. 8. 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
ആരെങ്കിലും ഒന്ന് എന്താണ് 10 ആവാത്തിന്റെ കുറവ് ഇപ്പൊ ഇതില്? ലുക്ക് കണ്ടിട്ട് നമ്മള് 8 കൊടുത്തില്ലേ? അങ്ങനെയാണ് ക്യാരക്ടർ കൂടി കണ്ടു കഴിഞ്ഞാല്. അപ്പൊ എന്റെ ഫ്യൂച്ചർ വൈഫിനോട് നിങ്ങളെ ക്യാരക്ടറും കൂടി കണ്ടു കഴിഞ്ഞാലാണ് ഇവിടെ ഒരു 10 ഫുൾ റേറ്റ് ചെയ്യുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ എനിക്കും എന്തെങ്കിലും പറയണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒരു എന്താ കൈസ്, ഞാൻ വിചാരിച്ചു എന്റെ ഗേൾ ഫ്രണ്ടിനെ പുറത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര റിയാക്ഷൻസ് ഉണ്ടാവും എന്നുള്ളത്. ഇതെന്ത് സാധനം ഒരു ഞാൻ എന്തായാലും പിന്നെ ഇത് ഇതെന്താ അതെന്താ കൊറേ പറഞ്ഞു ഇതെന്തിനാ പറയേണ്ട ആവശ്യം? റെഗുലേഷൻസ് ഉണ്ട് ഇപ്പൊ ഇതായി ഞാൻ എന്താ പറഞ്ഞു? ജിമ്മിന് പോണം, പൈസ വേണം, 1 മില്യൺ ബാങ്ക് ബാലൻസ്. ഓ അങ്ങനെ. അതായത് ഒരാള് കെട്ടണം റൂൾസ്. ഓളൊരാള് കെട്ടണമെന്നുണ്ടെങ്കിൽ ഈ നീഡ്സ് മീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്. അതെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മില്യൺ ബാങ്ക് ബാലൻസ്, കാറ് വേണം, അതാണ്. ഞാന് ജിമ്മിന് പോകണ്ട. ഞാൻ പറഞ്ഞ സുൽത്താനിയൻസിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മള് ജിമ്മിന് എന്തായാലും പോകും. പിന്നെ പോണം. ഇത് കാണുന്നവരൊക്കെ സുൽത്താനിയൻസിന്റെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓരൊക്കെ ജിമ്മിന് പോകണം. ഞാൻ ഇന്റെ യൂട്യൂബ് പെരയിലുള്ള സുൽത്താനിയന്റെ ഭാഗമല്ല. ഞങ്ങളെ ഈ ഒരു ഫാമിലി അല്ല ഗൈസ്. അതിൽ നമ്മൾ അമലുവിനെ കൂട്ടുന്നില്ല. ഞാനും നിങ്ങളും എല്ലാവരും കൂടി ഉള്ള നമ്മളെ സുൽത്താനിയൻസിന്റെ ഫാമിലി. അപ്പൊ റിച്ച് ഡാഡ് പുവർ ഡാഡ് ഇത് കണ്ടുകൊണ്ടാണ് ഇത് വായിച്ചാണ്ടാണ് ഞാൻ ഇന്റെ ഞാൻ പറയണേ. ഇവളൊരാള് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കഷ്ടകാലം. പക്ഷേ കെട്ടണോ ഇന്നെ നോക്കണം. ഇന്നെ നോക്കണ്ട് ഓള വാപ്പ ഇന്റെ വാപ്പ പണിക്കോണ ചെലവിനോണെന്നല്ലേ. എന്തിനാ അതിന്റെ ആവശ്യം? എന്താ ഇതൊന്ന് നിർത്തുവോ? എന്തിനാ ഇന്റെ വാപ്പ ഇവിടെ ഉള്ളിടത്തോളം കാലം പെരീത്തെ ചെലവ് നടന്നു പോകണ്ട്. അവനെ കെട്ടിക്കൊണ്ടതിന് കുഴപ്പമില്ല. പിന്നെ എനിക്കിപ്പോ എന്റെ വരുമാനം വരുന്നുണ്ട്. അത് വെച്ചാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓളെ നോക്കാം, എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാം. എനിക്ക് ഇനിയിപ്പോ ഓൾക്കൊരു പ്രസവം വരികയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇതാക്കാനുള്ള അപ്പൊ ഗൈസ് ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓള് ഇവിടെ വന്നു കഴിഞ്ഞാല് അസ്മിന്റെ അടുത്ത അധികാരം തീർന്നു. പിന്നെ ഓളാണ് ഇവിടെ പൊട്ട ഇജു ഞാനുമാണ് ഇവിടുത്തെ കാരണവന്മാര്. ഇജല്ല ഞാന്. ഇജു ഇവിടുന്ന് പോവും, ഞാൻ എങ്ങനെ പോവും? അന്ന ഈ തന്തനെ കൊര നിർത്തും. അന്നെ ഇവിടുന്ന് വേറൊരു പെരീക്ക് ഇന്റെ പെരയില് നിക്കാൻ എനിക്ക് ഉളുപ്പാണല്ലോ. എന്റെ പേരല്ലത്. ഇജ് കെട്ടിച്ചോടത്തൊക്കെ പോയി കഴിഞ്ഞാല് അവിടെയാണ് എന്റെ പേര. ഞമ്മളെ പെണ്ണുങ്ങളെ പറഞ്ഞേക്കണില്ല. പിന്നെ ഇവിടുത്തെ പണി എടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അതിനാണ് എന്റെ പെണ്ണിനെ കൊണ്ടുവരുന്നത്. ആ വീഡിയോ ഇവിടെ പുല്ലിറക്കി അപ്പൊ ഇവിടുത്തെ പണി എടുക്കാനാണ് അസ്മിന്റെ ബോയ് ഫ്രണ്ടിനെ റിവീൽ ചെയ്ത വീഡിയോ ഉണ്ട്. ആ വീഡിയോയില് എന്തൊക്കെ ഇവന്റെ റൂൾസ് എന്തൊക്കെയാണ്? പുല്ലിറക്കണം എന്തിന്റെ? ഞാൻ ഇവളൊരാളെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓനോട് പറഞ്ഞ നിയമങ്ങളാണ്. ഇവിടെ പെരീക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പെരീത്തെ പുല്ല് പറിക്കേണ്ടി വരും. ഇന്റെ ബെഡ് ശരിയാക്കേണ്ടി വരും. പുല്ല് പറിക്കുന്ന പണിക്ക് ചെക്കനെ 4 കാറ് വീട്ടില്. ഒന്ന് ഇന്റത്, 2 ഇന്റത്, എനിക്കൊരു പോർഷൻ 3 ഇന്റത്. ഓന്റെ വീട്ടിലാണോ? ഗിഫ്റ്റ് തരണോ? ഒരു ഓസിന്റെ ചങ്ങായി അമലു അല്ലേ? ജീവിക്കണേ വാപ്പാന്റെ ആകെ ഉള്ളതൊരു പ്രതീക്ഷ എന്ന് പറയണത് ഓനക്ക് ഇതാണ്. ഇത് വാപ്പാന്റെ സ്വന്തമായിട്ടൊരു ബുക്ക് വാങ്ങാനുള്ള ഗതികേട് പോലും ഇല്ല. ഗതികേട് നിങ്ങൾക്ക് എത്ര വയസ്സ്? 42. മഞ്ഞുണ്ടായിട്ടാണ്.
തണുക്കണോ ഇതൊക്കെ വേർത്തിട്ട് അറ്റ്മോസ്ഫിയറിൽ മഞ്ഞുണ്ടെന്ന് ഉദ്ദേശിച്ചത് അല്ലാണ്ട് ഹ്യൂമിഡിറ്റി ആണോ ഉദ്ദേശിച്ചത്? മനുഷ്യന്മാരൊക്കെ എന്തെങ്കിലും പറയാം മനുഷ്യത്തെ പൊട്ടന്മാരെ, അത് ഹ്യൂമാനിറ്റി, ഇത് ഹ്യൂമിഡിറ്റി. മനുഷ്യത്തല്ല, വിങ്ങല്, മോയ്സ്ചർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ബാ നമ്മളെ അസ്ല സുൽത്താന ഈസ് ബാക്ക് വിത്ത് us ആൻഡ് ഫൈനലി നമ്മളെ ബീവിക്കുട്ടിനെ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ബീവിക്കുട്ടിനെ ഇന്ന് നമ്മളെ വീഡിയോയിലേക്ക് വിളിക്കുന്നത്. അപ്പം ഗൈസ് ഒരു കാര്യത്തിൽ കാര്യമായിട്ടുള്ള തീരുമാനം എടുക്കാനും വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. സാധാരണ വീട്ടിൽ കാര്യസ്ഥനായിട്ട് ഞാനും ഉണ്ട്, ഞാൻ തന്നെ എല്ലാവരും പിന്നെ ഇപ്പോൾ ഇപ്പാൻ്റെ ഉമ്മാൻ്റെ ഒന്നും ആവശ്യം അങ്ങനെ ഇല്ല, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം ഞാനാണല്ലോ. അപ്പം എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നാലാളോട് ചോദിച്ചറിയണം എന്നുള്ളൊരു കാര്യം നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പുറമായിട്ട് വേണമെന്നൊന്നുമില്ല, എന്നാലും വെറുതെ നമ്മളൊരു ചോദിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു റിലേഷനിലാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 1 year ആയി. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞില്ല ഇതൊക്കെ? ഒന്നും അറിയില്ല. അപ്പോൾ എത്ര കാലം ഇതൊന്നും അറിയില്ല. എന്താ അറിയണേ? അവർക്ക് നമ്മൾ കമ്മിറ്റഡ് ആണ് എന്നുള്ളത് അറിയാന്നുള്ളത്. ഇതാണ് പുളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വെറുതെ. എന്നാ പറയും രാത്രി ഞാൻ 6 കോൾ ചെയ്തിരിക്കണേ. ഞാൻ എൻ്റെ ചങ്ങായിമാരെ വിളിക്കാനുണ്ടാവും, എനിക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ ഡീലുകൾ ചെയ്യാനുണ്ടാവും, എനിക്ക് എൻ്റെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്, അത് ചെയ്യാനുണ്ടാവും. അതിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അതിപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളോട് ചൊല്ലിയിരുന്നാണ്ട് രാത്രി ആകുമ്പോൾ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ നല്ല വിചാരം. നമ്മൾ കാര്യങ്ങൾ നമ്മളെ ചങ്ങായിമാരോട് സംസാരിക്കും. ഇതാണ് ഇന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇന്റെ കാര്യങ്ങളിലേക്ക് കുത്തി കയറി ചെന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നോക്കുക. ആ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോഴാണല്ലോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് അറിയാല്. ഇന്റെ ആൾമാറിൽ എന്ത് അത് ചോദിക്കേ, നിങ്ങൾ ചോദിക്കേ ഇന്റെ ആൾമാറിൽ എന്ത് ഡ്രസ്സ് എനിക്ക് എടുക്കാനുള്ളത് പറയും. അങ്ങനെ പറയണില്ലേ എന്ത് ഡ്രസ്സാണ് ഇത് കണ്ട. ഞാൻ എന്തൊരു ഡ്രസ്സ് എടുത്തോ അത് പിന്നെ എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആൾമാരെ പോയി നോക്കാം. കാര്യത്തിലോട്ട് വരാം. കാര്യം അല്പം സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ ഞാൻ ഏകദേശം ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എൻഗേജ്മെന്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സീരിയസ് ആയിട്ട് പറയാം. ആളെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ട് നമ്മളെ ഒരു കൾച്ചറും ഇതൊന്നും അല്ല. അപ്പോൾ ആളെ ഫോട്ടോ കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. ഓക്കെ, എന്താ അല്ലല്ല ആര് ഓളാതാ ഞാനെന്തിനാ പോകണേ? സീരിയസ്ലി ഗൈസ് അസ്ലാൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടിക്കണേ. അപ്പം ഉമ്മാൻ്റെ മരുമോളായി പോരുന്നോ നീ കൂട്ടിക്കൊണ്ടുവരാൻ കുഴപ്പമുണ്ടോ? അപ്പോൾ നമ്മളെ ബീവി കുട്ടിക്ക് ഫുൾ സമ്മതം. വേറെ പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബീവി കുട്ടിനെ മുഹബത്ത് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അന്നേറ്റ് ചെയ്യൂല, ഓളായിട്ടേ ചെയ്യുള്ളൂ ഗൈസ്. നമുക്ക് പക്ഷെ അതിൽ അത് ഇങ്ങനെ റീച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അന്നേറ്റ് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്താ ഇപ്പം അനക്കെന്താ തോന്നണേ? നമ്മളെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളുമില്ലേ? എവിടുത്തെ കാര്യമാണ്, എന്ത് കാര്യമാണ്? ചിലപ്പോൾ മലയാളി ആവൂല, ചിലപ്പം ഹിന്ദി ആവും, ചിലപ്പോൾ വേറെ. അതാണ് ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ അറിയാം ഇവരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദി അറബിക്കും കൂടി ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അത് അതിനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ഏത് ഭാഷയായിട്ടോ, അത് നിങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ലല്ലോ. നിങ്ങളെ കെട്ടിക്കൊണ്ടു ഇതൊക്കെ ഇങ്ങോട്ട് ഇപ്പൊ ഈ വീഡിയോ ഏതെങ്കിലും എന്റെ ഭാവിയിൽ വൈഫ് ആവാൻ നിൽക്കുന്ന ഒരാൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈഫ് ആവണ്ട. നിങ്ങളെ കൊണ്ടിരിപ്പിക്കണത് തന്നെ ഓള് പണിയെടുപ്പിക്കാനാണ്. ബീവിക്കുട്ടിന്റെ ഒറിജിനൽ സ്വഭാവം പുറത്തായി ഗൈസ്. ഇതാണ് ബീവിക്കുട്ടിന്റെ ഒറിജിനൽ സ്വഭാവം കണ്ട. അപ്പോൾ പണിയെടുപ്പിക്കാനും വേണ്ടി ഓളെ കൊണ്ടുവന്ന് അന്നെ കൊണ്ട് എടുപ്പിക്കുള്ളൂ, ഓളെ കൊണ്ട് എടുപ്പിക്കൂല. ഓള് ഞാൻ ഇവിടെ കാലം നീട്ടി ഇങ്ങനെ ഇരിക്കും. എനിക്കിങ്ങനെ മസാജ് ഇങ്ങനെ ഇട്ടരും, ഇടയ്ക്ക് മുന്തിരി ഇങ്ങനെ തൊള്ളയിൽ വരും. അങ്ങനത്തെ ഒരു ലൈഫാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഗൾഫിലും പോയി എന്താണ് പ്രസവം, പ്രവാസി ജീവിക്കുന്നു. ഗൾഫിൽ പോയാണ്ട് പ്രസവിക്കല്ല പ്രവാസി. 1 to 10 ഓളെ റേറ്റ് ചെയ്താ 7.5. 7.5.
ബാക്കിയോ ബാക്കി ബാക്കിയോളോളെ ചെക്കന് കൊടുക്കുന്നേ ഞാൻ അങ്ങനെ നിക്കണേ ഇത് ഇതോള് കിടക്കണേ ഞങ്ങളെങ്ങനെ മാച്ച് ഉണ്ടാവും തീരെ ഇവളൊന്നും അഭിപ്രായം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നേരമായി. അപ്പം ഇത് കണ്ട എല്ലാ സുൽത്താനിയൻസിനും നമ്മളെ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്മില സുൽത്താനിന്റെ ചാനൽ ഇതാ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗോ ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ഇൻ അസ്മില സുൽത്താനസ് ചാനൽ ഓൾസോ ആൻഡ് ബിക്കം ദ പാർട്ട് ഓഫ് സുൽത്താനിയൻസ്, ദ ബെസ്റ്റ് സബ്സ്ക്രൈബ് യൂട്യൂബ് ഫാമിലി ഇൻ ദ കേരള ഹിസ്റ്ററി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഭയങ്കരമായ നല്ല ഓണാംശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.